കണ്ണൂരിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് അടക്കമുള്ളവർ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയുന്നു എന്നാണ് ബാനറിൽ എഴുതിയിരിക്കുന്നത്. ഈ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുകയാണ്. തീക്കൊള്ളികൊണ്ട് യൂത്ത് കോൺഗ്രസും KSUവും തലതൊഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ആനുപാതികമായിട്ടുള്ള തിരിച്ചടികൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പോടു കൂടിയാണ് ഈ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, എം വിജിൻ MLA, മുഹമ്മദ് അഫ്സൽ തുടങ്ങിയിട്ടുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ നടക്കുന്നത്. എന്തായാലും വലിയ ഒരു പ്രതിഷേധം സംസ്ഥാനത്ത് എല്ലായിടത്തും നടക്കുകയാണ്. അതിന്റെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പ്രകടനമാണ് കാണുന്നത്. SFIയുടെ പ്രതിഷേധ പ്രകടനവും അല്പസമയത്തിന് ശേഷം കണ്ണൂരിൽ നടക്കുന്നുണ്ട്. CPM നേതൃത്വത്തിൽ ഒരു വലിയ ബഹുജന പ്രതിഷേധം കണ്ണൂരിൽ ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി നടക്കുമെന്നുള്ള അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. മന്ത്രിക്കെതിരായിട്ടുള്ള KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അക്രമം അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ CPM DYFI പ്രവർത്തകന്മാർ മാറ്റുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം SFIയുടെയും DYFIയുടെയും മഹിളാ അസോസിയേഷന്റെയും CPMന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം വൈകുന്നേരം ഏകദേശം ഒരു 3 മണിയോട് കൂടിയാണ് 3:30ക്കുള്ള വന്ദേ ഭാരതിന് തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നതിന് വേണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ള വീണ ജോർജിന് നേരെയാണ് KSU പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയത്. ആ ഘട്ടത്തിൽ ആ പ്രതിഷേധം ഒരു കൈവിട്ട പ്രതിഷേധമായി മാറുന്നു. അത് പിന്നീട് മന്ത്രിക്കെതിരായിട്ടുള്ള അക്രമമായി മാറുന്നു. KSU പ്രവർത്തകന്മാർ മന്ത്രിക്ക് നേരെ പ്രകോപനപരമായി തിരിയുന്നതും വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന രീതിയിലുള്ള മന്ത്രിക്കെതിരായിട്ടുള്ള അക്രമമായി മാറിയത്. അത് പിന്നീട് കൈവിട്ടു പോവുകയും പിന്നീട് മന്ത്രിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണ്. മന്ത്രി ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ICUവിലാണ് മന്ത്രിയുള്ളത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആശുപത്രിയിലെത്തുകയും മന്ത്രിയെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ ഒരു പ്രതിഷേധത്തിന് കണ്ണൂർ സാക്ഷ്യം വഹിക്കുന്നു, കേരളം സാക്ഷ്യം വഹിക്കുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച സംഭവത്തിൽ DYFIയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ നടക്കുന്നത്. കണ്ണൂരിൽ DYFIയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. പ്രതിഷേധ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, വളരെ അടിയന്തരമായി DYFI ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താനിടയായ സാഹചര്യം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ KSUവിന്റെ ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ജനാധിപത്യ രാജ്യങ്ങളിൽ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. മന്ത്രിമാർക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താം, രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താം, കരിങ്കൊടി സമരം നടത്താം, എല്ലാ പരിപാടികളും നടത്താം. പക്ഷേ കായികപരമായി മന്ത്രിയെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നവരെ ഉണ്ടായിട്ടില്ല. ഇതാ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ മന്ത്രിയെ KSUവിന്റെ ക്രിമിനലുകൾ ആക്രമിച്ചിരിക്കുകയാണ്. ക്രിമിനലുകൾ ആരൊക്കെ എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഇപ്പോൾ ചില ക്രിമിനലുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ക്രിമിനലുകൾ എല്ലാ കാലത്തും ജയിലിലും പോലീസ് സ്റ്റേഷനിലുമായിരിക്കില്ല. ഞങ്ങൾ ഈ ക്രിമിനലുകളോട് ഈ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ആഹ്വാനം ചെയ്തവരോട് പറഞ്ഞു വെക്കാനുള്ളത്, ഇതിന് കണ്ണൂരിലെ DYFI മറുപടി പറയുക തന്നെ ചെയ്യും.